റജബുൽ മുറജ്ജബ് എന്നാണ് ഉലമാക്കൾ ഈ പരിശുദ്ധമായ റജബിനെ പറയുന്നത്. ആദരണീയമായ റജബ്, ബഹുമാനമുള്ള റജബ്, വലിയ ബഹുമാനമുള്ള റജബ്. ഈ റജബിൽ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ബഹുമാനമാണ് റജബിൽ തോന്നിയിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, തയ്യാറെടുപ്പിന്റെ മാസങ്ങളാണ്. ഓരോ നിമിഷവും അമൂല്യമായ സമയങ്ങളാണ്. ഇത് ബറക്കത്തിന്റെ മാസമാണ്. വിശുദ്ധമായ റജബ് മാസം അത് ബറക്കത്തിന്റെ മാസമാണ്. അല്ലാഹു ബറക്കത്ത് കോരിച്ചൊരിഞ്ഞു തരുന്ന മാസമാണ് വിശുദ്ധമായ റജബ് മാസം. മുഅ്മിനീങ്ങളെ, നമ്മൾ പറയാറുണ്ട്, എന്റെ കച്ചവടത്തിൽ ബറക്കത്തില്ല, എന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല, എന്റെ അമലുകളിൽ ബറക്കത്തില്ല എന്ന്. ആ ബറക്കത്ത് വേണമോ? വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട സമയമാണ് റജബ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചതും പ്രാർത്ഥിച്ചു പഠിപ്പിച്ചതും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇത് ബറക്കത്തിന്റെ മാസമാണ്, ഇത് ഐശ്വര്യത്തിന്റെ മാസമാണ്, ഇത് വസന്തത്തിന്റെ പ്രാരംഭം, പുതുമഴയായി പെയ്തിറങ്ങുന്ന മനോഹരമായ നിമിഷങ്ങളാണ്. 15 നൂറ്റാണ്ടുകൾക്കപ്പുറം അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ് പരിശുദ്ധമായ റജബ് മാസമാണ്. ഈ 3 അക്ഷരങ്ങൾ പറയുമ്പോൾ തന്നെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഒരനക്കവും ഒരു ചലനവും ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്തോ ഒരു അപകടം നമ്മുടെ ഈമാനിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പരിശുദ്ധമായ റജബ് മാസം സമാഗതമായി 5 ദിവസങ്ങൾ പിന്നിടുന്നു. അതിനു മുമ്പുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഒരു അമൽ ചെയ്യാനുള്ള ഉത്സാഹം കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത്. മുമ്പ് ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളുടെ അരിവ് ചേർന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഈ 4 ദിവസത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അതിനേക്കാളും വലിയ ഗൗരവത്തിൽ പടച്ചവനെ റജബാണ്, ഇത് പറഞ്ഞുകൂടാ, ഇത് ചെയ്തുകൂടാ, ഇങ്ങനെ ചിന്തിച്ചുകൂടാ, റമളാനായി, റജബായി എന്ന് ഏതെങ്കിലും ഒരു ഖൽബിന്റെ അന്തരംഗം മന്ത്രിക്കുന്നുണ്ടോ എന്നാൽ സലാമത്തുണ്ട് എന്നതാണ്. അതല്ലാതെ 4 ദിവസത്തിന് മുമ്പ് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ചിന്ത, നമ്മുടെ ചലനം ഇപ്പോഴും തഥൈവാണെങ്കിൽ ഈമാനോടെ മരിക്കുന്ന കാര്യം വലിയ ഗൗരവമാണ്. പരിശുദ്ധമായ റജബ് മാസത്തെ പരിഗണിക്കുന്നവർക്കാണ് ശഅബാൻ മാസത്തെ ഉൾക്കൊള്ളാൻ സാധ്യമാകുന്നത്. ശഅബാൻ മാസത്തെ വേണ്ടതുപോലെ പരിഹരിക്കുകയും പരിഗണിക്കുകയും ചെയ്തവർക്കാണ് വിശുദ്ധമായ റമളാൻ അനുകൂലമാകുന്നത്. വെറുതെ അല്ല അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റജബിലും ശഅബാനിലും പ്രത്യേകതകൾ വിളിച്ചോതിക്കൊണ്ട് പല പരിശുദ്ധമായ പ്രഖ്യാപനങ്ങളും നടത്തിയത്. ഈ 2 മാസങ്ങളെ വിശ്വാസി പരിഗണിച്ച് റജബിൽ വിളവിറക്കി ശഅബാനിൽ ആ വിത്തുകൾ നല്ലതുപോലെ വളം ചെയ്ത് റമളാനിൽ അതിന് വേണ്ടതുപോലെ വിളവെടുക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിനാണ്. റജബിലും ശഅബാനിലും വിത്തിറക്കാതെ, ഇറക്കിയ വിത്തുകൾ നനയ്ക്കാതെ, വളമിടാതെ, കളപറിക്കാതെ റമളാനിൽ ഒരാൾക്കും വിളവെടുക്കാൻ സാധ്യമല്ല എന്നതാണ് റജബുൻ ഷഹറുല്ലാഹ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ആരാണ് പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റജബുൻ ഷഹറുല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹരി, പരിശുദ്ധമായ ശഅബാൻ മാസം അതെന്റെ മാസമാണ്. റമളാനു ശഹ്റു ഉമ്മത്തി, അടുത്ത പോയിന്റ് അതിനേക്കാളും ഇത് 2-നേക്കാളും മധുരകരമാണ്, പ്രതീക്ഷയുള്ളതാണ്. റമളാനു ശഹ്റു ഉമ്മത്തി, വിശുദ്ധമായ റമളാൻ മാസം എന്റെ സമുദായത്തിന്റെ മാസമാണെന്ന് അഷ്റഫുൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇരുന്ന ഒരു എക്സ്പ്രഷൻ, ഒരു തോട്ട്, ഒരു ഫീലിംഗ്സ് അതാണോ ഇപ്പോഴും ഉള്ളത്? എന്നാൽ പേടിക്കണം. മറിച്ച് എല്ലാ കൽബുകളും റബ്ബേ റജബ്, അല്ലാഹുവേ റജബ്, പടച്ചവനെ റജബായി എന്ന ഒരു ചിന്ത ഈമാനുള്ള കൽബിൽ ഉണ്ടാവണം. ഈ നിമിഷം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സമയവും കാലവും വർഷവും എല്ലാ മാസങ്ങളും അല്ലാഹുവിനുള്ളതാണ്. സർവവും അവന്റെ അടുക്കലാണുള്ളത്. അത് അവന്റേതാണ്. 12 മാസക്കാലം അത് അല്ലാഹുവിന്റെ അടുക്കലുള്ള മാസങ്ങളാണ്. 12 മാസത്തെ അല്ലാഹു പറഞ്ഞുകൊണ്ട് പറയുന്നു, മിൻഹാ 4 ഹുറും, അതിൽ 4 മാസം വളരെ സുപ്രധാനമാണ്.
അതിൽ പ്രധാനമുള്ള ബഹുമാനമുള്ള 4 മാസങ്ങളുണ്ട്. ഈ 12 മാസത്തിൽ അതിൽ ഒന്ന് ഈ പരിശുദ്ധമായ റജബ് മാസമാണ്. ഓ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് തുടങ്ങി ഇന്ന് ഈ നിമിഷം വരെ എന്തെങ്കിലും ഒരു ചലനം നമ്മുടെ കൽബിലുണ്ടായിട്ടുണ്ടോ? റജബുൽ മുറജ്ജബ് എന്നാണ് ഉലമാക്കൾ ഈ പരിശുദ്ധമായ റജബിനെ പറയുന്നത്. ആദരണീയമായ റജബ്, ബഹുമാനമുള്ള റജബ്, വലിയ ബഹുമാനമുള്ള റജബ്. ഈ റജബിൽ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ബഹുമാനമാണ് റജബിൽ തോന്നിയിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, തയ്യാറെടുപ്പിന്റെ മാസങ്ങളാണ്. ഓരോ നിമിഷവും അമൂല്യമായ സമയങ്ങളാണ്. ഇത് ബറക്കത്തിന്റെ മാസമാണ്. വിശുദ്ധമായ റജബ് മാസം അത് ബറക്കത്തിന്റെ മാസമാണ്. അല്ലാഹു ബറക്കത്ത് കോരിച്ചൊരിഞ്ഞു തരുന്ന മാസമാണ് വിശുദ്ധമായ റജബ് മാസം. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ പറയാറുണ്ട്, എന്റെ കച്ചവടത്തിൽ ബറക്കത്തില്ല, എന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല, എന്റെ അമലുകളിൽ ബറക്കത്തില്ല എന്ന്. ആ ബറക്കത്ത് വേണമോ? വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട സമയമാണ് റജബ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചതും പ്രാർത്ഥിച്ചു പഠിപ്പിച്ചതും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇത് ബറക്കത്തിന്റെ മാസമാണ്, ഇത് ഐശ്വര്യത്തിന്റെ മാസമാണ്, ഇത് വസന്തത്തിന്റെ പ്രാരംഭം, പുതുമഴയായി പെയ്തിറങ്ങുന്ന മനോഹരമായ നിമിഷങ്ങളാണ്. 15 നൂറ്റാണ്ടുകൾക്കപ്പുറം അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണമേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ. ഇമാം തബറാനി അടക്കമുള്ള മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ തമ്പുരാനേ എന്ന്. റമളാൻ എത്തിച്ചു തരണമെന്ന് പറഞ്ഞാൽ റമളാൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരൂല, സമയം ബാക്ക് സഞ്ചരിക്കൂലല്ലോ. അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം റമളാനിലേക്ക് നമുക്ക് ആയുസുണ്ടെങ്കിൽ റമളാനിലേക്ക് നമ്മളെത്തലാണ്. ചോദ്യം എങ്ങനെയാണ്? റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണമെന്നാണ്. റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണം എന്ന് നമ്മൾ പറയുമ്പോൾ നാം റജബും കഴിഞ്ഞ് ശഅബാനും കഴിഞ്ഞ് റമളാനിന്റെ തീരത്തേക്ക് എത്തുന്ന ഒരു പ്രതിഭാസമാണ് നടക്കുക. അല്ല, റമളാൻ നമ്മളെ ഇങ്ങോട്ട് തേടി വരൂല. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, റമളാനാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരാളിന്റെയും റൂഹിനെ നീ കൊണ്ടുപോകല്ലേ അല്ലാ, ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ, ഞങ്ങളെ കഫം തുണിയിലാക്കല്ലേ അല്ലാ, ഞങ്ങളെ കബറിടത്തിൽ കിടത്തല്ലേ റബ്ബേ. ഒരു ചെറിയ ആയുസ് കൂടി നീ തരണമേ തമ്പുരാനേ. വിശുദ്ധമായ ഒരു റമളാൻ കൂടി ഞങ്ങൾക്ക് കനിഞ്ഞരുളണമേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സാധുമാര് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആമീൻ പറയുന്നത്, റമളാൻ വരുന്നതിന് മുമ്പ് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ് എന്ന്. മുഅ്മിനീങ്ങളെ, എത്ര ഗൗരവമാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ മാസമാണ് വിശുദ്ധമായ റമളാൻ. ഞാൻ ചുരുക്കുകയാണ്, പരിശുദ്ധമായ റജബ് മാസം ബറക്കത്തിന്റെ മാസമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വതഅതു ഫിഹാ അക്സറു സവാബാ വഅന്ന വഖൂഅ തഅതി ഫീ ഹാദിഹിൽ ഔഖാതി അക്സറു തഅസീറൻ ഫീ തഹാറത്തിൻ നഫ്സ്. മറ്റുള്ള സമയങ്ങളെക്കാൾ ആരാധനകൾക്ക് പ്രതിഫലം കൂടുതലുള്ള സമയമാണ് ഈ പരിശുദ്ധമായ ഈ മാസമെന്ന ഇമാമിങ്ങൾ പരിശുദ്ധമായ റജബിനെ അർബഅത്തുൻ ഹുറും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. മാത്രമല്ല, മഹാനവറുകൾ പറയുന്നു, ചെയ്താൽ ഒരുപാട് അമലുകൾക്ക് പ്രതിഫലം കിട്ടുന്നു മാത്രമല്ല, തെറ്റുവന്നു പോയാൽ ആ പാപത്തിന്റെയും ഗൗരവം കൂടുതലാണ്. റമളാൻ മാസത്തിലുള്ള അമൽ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് പോലെ റമളാനിലുള്ള തെറ്റുകൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് അതീവ ഗുരുതരം ഗൗരവം എന്ന് പറയുന്നത് പോലെ ഈ റജബിന്റെ വിഷയത്തിലും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടവർ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഫഖറുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് അവിടുന്ന് വിശദീകരിച്ചു തരുകയാണ്. റജബ് 3 അക്ഷരമാണുള്ളത്. 3 അക്ഷരമാണ് റജബ് എന്ന് പറയുന്ന അറബി ആ കലിമത്തിനുള്ളത്. ഒന്നാമത്തത് റാ ആണ്, രണ്ടാമത്തത് ജീമാണ്, മൂന്നാമത്തത് ബാ ആണ്. റാ എന്ന് പറഞ്ഞാൽ റഹ്മത്തുല്ലാഹ്, സൂചിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. റജബിന്റെ ജീമ് രണ്ടാമത്തെ അക്ഷരം ജന്നയാണ്. അൽ ജന്ന, സ്വർഗമാണ്, സ്വർഗം എന്നൊരു സുവിശേഷമാണ് അറിയിക്കുന്നത്. റജബിന്റെ മൂന്നാമത്തെ അക്ഷരം എന്നത് ബറക്കത്തുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ബറക്കത്തുള്ള മാസമാണ്. അല്ലാഹുമ്മ, ഉറച്ചെല്ലാവരും ഒന്നിച്ച് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. ഒന്നുകൂടി, അല്ലാഹുമ്മ
ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ തമ്പുരാനേ. പരിശുദ്ധമായ റമളാനിന്റെ തീരത്തേക്ക് ഞങ്ങൾക്ക് എത്താനുള്ള ആയുസ് ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ആഫിയത്തോടുകൂടി റമളാനെ അഭിമുഖീകരിക്കാനും റമളാൻ കൊണ്ട് വിജയിച്ചവരിൽ പെടാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ നാഥാ.